എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. ഈ വെള്ളിയാഴ്ചയും നമ്മൾ ഒരു പുതിയ വിഷയവുമായിട്ട് ഒത്തുകൂടുകയാണ്. പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും സുസ്ഥിരമായ ജീവനത്തിന് ജീവിതത്തെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. അതുകൊണ്ടാണ് സുസ്ഥിര ജീവന പാഠങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കുറെ ലളിതമായ വിഷയങ്ങൾ പറയുന്നത്. ലളിതമായ വിഷയങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒളിമ്പസിന്റെ സാധാരണ രീതിയിൽ ഇപ്പൊ പ്രഭാത സത്സംഗം പോലുള്ള ഡെയിലി നടക്കുന്ന പരിപാടികളിലൊക്കെ വളരെ ആഴത്തിലുള്ള തത്വചിന്താപരമായ പഠനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ വെള്ളിയാഴ്ചകളിൽ നമ്മളത് ലഘൂകരിച്ച ചില വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ്. ഒരു പക്ഷേ ചിന്തയുടെ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉപകാരപ്പെടൂ എന്നും തോന്നാറുണ്ട്. ജീവിതത്തെ അന്വേഷിക്കുന്നവർക്ക് ഇത് ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങളിലൂടെ സംസാരിക്കുന്നത്. ഇപ്പോ ഇന്നത്തെ വിഷയങ്ങൾ തമ്മിലെ ജൈവ ഘടികാരങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളുടെ സമയം സ്ഥിരമായി തെറ്റാറുണ്ട്? സമയം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ആദ്യമേ ഓർമ്മ വരിക നമ്മുടെ കയ്യിലുള്ള വാച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചുമരില് നമ്മൾ എപ്പോഴും കാണുന്ന വിധം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഘടികാരം അല്ലെങ്കിൽ ക്ലോക്ക്. ഇത് തെറ്റാറുണ്ടോ? ഇലക്ട്രോണിക് വാച്ചുകൾ ചിലപ്പോൾ സമയം മാറി ഓടാറുണ്ട്. കീ കൊടുക്കുന്ന വാച്ചുകൾ കീ കൊടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓട്ടം കഴിയുമ്പോൾ അതവിടെ നിൽക്കും. ബാറ്ററി തീരുമ്പോൾ നിൽക്കും. ചിലപ്പോൾ ഈ ക്വാർട്സ് ക്ലോക്കുകളുടെ സർക്യൂട്ടുകളിൽ ഉണ്ടാകുന്ന അപാകങ്ങൾ കൊണ്ട്, ക്വാർട്സിലുള്ള അപാകങ്ങൾ കൊണ്ട് സമയത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണിക്കും. ക്വാർട്സിന്റെ അല്ലാതെ കീ കൊടുക്കുന്ന അല്ലാതെ പിന്നെയും പല വിധം ഘടികാരങ്ങളുണ്ട്. അപ്പോൾ ഘടികാരങ്ങളുടെ സമയം തെറ്റുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയ ഉപകരണങ്ങളല്ലേ, തെറ്റാമല്ലോ. പക്ഷേ ഘടികാരം എന്നുള്ളതിന് ഏതാണ്ടൊരു സമയക്രമം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇപ്പൊ 10 മണിക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ 10 മണിക്ക് അനുസരിച്ച് നമ്മുടെ ഘടികാരം സെറ്റ് ചെയ്തിട്ട് സ്കൂളിൽ പോക്ക്, പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ഓഫീസിൽ പോക്ക്, കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും ഉള്ള പോക്കൊക്കെ നമ്മൾ ഘടികാരത്തിനനുസരിച്ചാണ് ചെയ്തു തുടങ്ങുക. ഈ ഘടികാരത്തിനനുസരിച്ച് നമ്മൾ പോയില്ലെങ്കിൽ ചിലപ്പോ സമയം തെറ്റി എന്ന് പറയും. അത് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, 10 മണിക്കൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറാനായിട്ട് നമ്മൾ 10 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തണം. പലപ്പോഴും നമ്മൾ 10 മണിക്ക് എത്തും. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ, മലയാളികളുടെ പ്രത്യേകിച്ചുമുള്ള ഒരു സ്വഭാവമാണ് ഈ 10 മണിക്കുള്ള ബസ്സിന് 10:01 എത്തുന്നത്. ഇങ്ങോട്ട് അയ്യോ പോയല്ലോ എന്ന് പറയും, അല്ലെങ്കിൽ ഓടിപ്പിടിച്ചു വരും, അല്ലെങ്കിൽ ആ ബസ് ഏതെങ്കിലും വിധേന വൈകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ഭാരത റെയിൽവേയുടെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ അത് സ്ഥിരമായി സംഭവിക്കുന്നതാണ് ഈ വൈകൽ എന്നത്. പക്ഷെ കൃത്യമായിട്ട് അത് ഓടുന്നു എന്നിരിക്കട്ടെ, ട്രെയിന് അല്ലെങ്കിൽ ബസ് കൃത്യമായിട്ട് ഓടുന്നു എന്നിരിക്കട്ടെ. കൃത്യമായി ഓടുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വൈകി പോകുമ്പോൾ നമുക്കത് ആ ബസ് അല്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരുപക്ഷെ ജീവിതത്തിന്റെ വഴിതിരിക്കാവുന്ന ഒരു സംഭവത്തിലേക്ക് കാലെടുത്തു വെക്കാനായിട്ട് നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് ആ ബസ് മിസ്സായാൽ, അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായാൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായാൽ ജീവിതം തന്നെ തിരിഞ്ഞു പോകും. അപ്പോഴാണ് അയ്യോ എന്നൊരു വിളി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നത്. അപ്പോഴാണ് നമ്മൾ സമയത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നത്. ഒരു നിമിഷത്തെ വൈകൽ കൊണ്ട് ചിലപ്പോ നമ്മുടെ ജീവിതം തന്നെ വഴിതിരിയുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. പലപ്പോഴും പല സംസ്കാരങ്ങളും ഈ സമയം എന്ന് പറയുന്നത് കൃത്യമായി പാലിക്കാനുള്ള പരിശീലനം ചെറിയ കാലം മുതൽ തന്നെ നൽകാറുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു അച്ചടക്കത്തിൽ നമുക്ക് പോകാനാവുക. അതുകൊണ്ടാണ് ഈ അച്ചടക്കം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സായിപ്പ് ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിലെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് സമയക്രമം കൃത്യമായി പാലിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് 10 മണിക്ക് സ്കൂളിൽ പോയി ശീലിക്കുന്ന നമുക്ക്, ചില വിദ്യാലയങ്ങളിൽ 9:30, ചിലയിടത്ത് 9 മണിക്കൊക്കെ ഉണ്ട്. ഇപ്പൊ നേപ്പാളിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്കൂളുകളൊക്കെ 6 മണിക്ക് 6:30 സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്.
കുട്ടികൾ നേരത്തെ എഴുന്നേറ്റ് അവിടെ എത്തിയിരിക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു നിഷ്കർഷയാണ്. അപ്പോ അങ്ങനെയുള്ള വിദ്യാലയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിദ്യാലയങ്ങൾ പൊതുവെ ഒരു കുട്ടിയെ ഒരു കൃത്യമായ സമയക്രമത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശീലനം നൽകുകയാണ് ചെയ്യുന്നത്. അച്ചടക്കം എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ആ ഘടികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്തിനനുസരിച്ച് പോകാനാകുന്ന സമയത്ത് ആ സമയത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ബോധം നമുക്ക് ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ സമയത്തനുസരിച്ച് പോകാൻ കഴിയുക. അപ്പോൾ ഇപ്പൊ ആധുനിക ഉപകരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അലാം വയ്ക്കും. എത്ര മണിക്ക്, അതായത് 10 മണിക്ക് സ്കൂളിലെത്തണമെങ്കിൽ അരമണിക്കൂർ യാത്രയുണ്ടെങ്കിൽ 9:30 മുമ്പായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങണം. 9:30 ഇറങ്ങണമെങ്കിൽ ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ സമയം വേണം. അതിനു മുമ്പ് കുളിക്കാനും ഒരുങ്ങാനൊക്കെ ഒരു അരമണിക്കൂർ സമയം വേണം. അപ്പോ 8:30 അല്ലെങ്കിൽ 8 മണി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അതിനു മുമ്പ് 1 മണിക്കൂർ പഠിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് പിന്നെയും 1 മണിക്കൂർ മുമ്പ് പോകണം, ഉണരേണ്ടതുണ്ട്. അപ്പോ നമ്മൾ എത്ര മണിക്കാണോ നമ്മളൊരു കാര്യത്തെ അറ്റൻഡ് ചെയ്യേണ്ടത് അതിനു മുമ്പ് നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, അതിനനുസരിച്ച് ആ സമയം കണ്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. എല്ലാവർക്കും ഉണ്ട്, എല്ലായിടത്തും ഉണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും പൊതുധാരയിൽ അങ്ങനെ ഒരു ക്രമമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് 10 മണിക്ക് സ്കൂളിൽ എത്താൻ പറ്റുന്നത്. 10 മണിക്ക് 1ാമത്തെ ബെല്ലടിക്ക് അല്ലെങ്കിൽ നമ്മൾ 3ാമത്തെ ബെല്ലടിച്ച് ക്ലാസ് തുടങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുന്നത്. ഈ സമയം തെറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വഴിതിരിയുന്ന ഒരവസ്ഥ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിലോ ഒരു എന്താ പറയാ മുൻകോപിയായിട്ടുള്ള ഒരു കണക്ക് മാഷ് നമ്മുടെ ക്ലാസ് ടീച്ചറായിട്ട് ഇരിക്കുകയും ആ ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്നും വൈകുന്നതിന് നമുക്ക് 2-3 പ്രാവശ്യം തല്ല് കിട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് പാലിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പാലിക്കുന്നത് കാണിച്ചു തരുന്ന അച്ഛനമ്മമാരുടെ മക്കൾക്ക് അവർക്കും അത്തരത്തിലായി തീരാൻ കഴിയാറുണ്ട്. ആ അച്ചടക്കത്തിലേക്ക് പോകുന്നതിന്റെ ഒപ്പം കഴിയാറുണ്ട്. എന്നിട്ടും നമ്മുടെ സമയം പലപ്പോഴും തെറ്റാറുണ്ട്. സമയം തെറ്റുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പാല് തിളച്ചു വരാൻ ഒരല്പസമയം എടുക്കും. ഈ അല്പസമയം എന്നുള്ളത് ഒരു പാലിന്റെ അളവിനനുസരിച്ചാണ്. എങ്കിലും ഗ്യാസ് അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്. ഈ സമയത്ത് പാലടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്ക് പോകുന്നവരുണ്ട്. പ്രത്യേകിച്ചും പല സ്ത്രീകളുടെയും രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളെ കുറ്റം പറയില്ല, സ്ത്രീകളുടെ നേച്ചറെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സമയത്ത് ഒന്നിലധികം ടാസ്കുകൾ അവർ ചെയ്യും. അതുകൊണ്ട് തന്നെ പാലടുപ്പത്ത് വെച്ചിട്ട് അടുത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പോകും. എന്നിട്ട് കൃത്യമായിട്ട് ആ പാല് പൊങ്ങുന്നതിന് മുമ്പായിട്ട് തിരികെ വരാമെന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരിക്കും പോവുക. പക്ഷേ ഫോക്കസ് മറ്റു പലതിലേക്കും തിരിയുന്ന സമയത്ത് ചിലപ്പോ തിരിച്ചു വരുമ്പോഴേക്കും പാല് പോയിട്ടുണ്ടാവും. പല വീടുകളിലും നിത്യസംഭവമാണ് ഈ പാല് പൊങ്ങി പോവുക എന്നുള്ളത്. അവിടെ പാല് പൊങ്ങാനുള്ള ഒരു സമയം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ സമയം ഘടികാരത്തിന്റെ സമയമല്ല, സ്റ്റോപ്പ് വാച്ചിന്റെ സമയമാണ്. അതായത് ഒരു സമയത്തിൽ നിന്ന് തുടങ്ങി മറ്റൊരു സമയം വരെ പോകുന്ന ഒരു കാലം. ആ കാലദൈർഘ്യത്തെ കണക്ക് കൂട്ടാൻ സ്വയം കഴിയാതെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള കാര്യം ഘടികാരം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഈ പാല് അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ, ഇപ്പോ നമ്മള് ഈ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ അളക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പൾസസിനെ അളക്കാനൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒന്നെന്ന് വെച്ചാൽ ഘടികാരത്തിന്റെ ഒരു സമയം മുതൽ മറ്റൊരു സമയം വരെ പോകാനുള്ള സമയം, അതായത് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണക്കാക്കാൻ പറ്റുന്ന ഒരു സമയത്തെ കണക്കാക്കിക്കൊണ്ടാണ് ഈ പാല് പൊങ്ങുക അല്ലെങ്കിൽ പാല് തിളപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അതായത് നിശ്ചിത സമയം ആവശ്യമുള്ള കാര്യങ്ങൾ. ഈ നിശ്ചിത സമയം ആവശ്യമുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് സമയക്രമം പാലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഈ ട്രെയിൻ പോയ പോലെ തന്നെ അയ്യോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അയ്യോ ഇന്നും പാല് പോയോ, അല്ലെങ്കിൽ ഇന്നും കരിഞ്ഞു പോയോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോ സമയം എന്നുള്ളത് ഘടികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഘടികാര സൂചി കാണിക്കുന്നതനുസരിച്ചാവാം, അല്ലെങ്കിൽ ഘടികാര സൂചിയുടെ ഒരു സമയം മുതൽ മറ്റൊരു സമയം വരെയാവാം. പക്ഷെ ഇങ്ങനെയല്ല ഈ ദിനരാത്രങ്ങൾ പ്രവർത്തിക്കുന്നത് സൂര്യചന്ദ്രന്മാരുടെ ചലനത്തിനെ ആധാരമാക്കിയാണ്. പഴയ ജിബ്രാന്റെ ഒരു ചൊല്ലുണ്ടല്ലോ, നിങ്ങൾ സമയത്തെ അളക്കുന്നത്
കുഞ്ഞു ഘടികാരങ്ങൾ കൊണ്ടാണ് ഞാനാകട്ടെ അല്ലെങ്കിൽ ഞങ്ങളാകട്ടെ സൂര്യചന്ദ്രന്മാരുടെ ചലനത്തെ ആധാരമാക്കിയും പിന്നെ എങ്ങനെ നമുക്ക് ഒരേ സമയത്ത് ഒരേ ഇടത്ത് കണ്ടുമുട്ടുവാനാകുന്നു? അതായത് സൂര്യചന്ദ്രന്മാരുടെ ചലനം എന്ന് പറയുന്നത് ഘടികാര സൂചിക്ക് അനുസരിച്ചല്ല, അതിന് വേറൊരു ചക്രവും. സീസൺ അനുസരിച്ച് ചില സമയത്ത് സൂര്യാസ്തമയം മുൻപേ ആകും, വേറൊരു സമയത്ത് സൂര്യാസ്തമയം പതുക്കെ ആവും. ഇതിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും, ഓരോ ദിവസവും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടികാരത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഈ ഘടികാരം പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു ഘടികാരമുണ്ട്. പ്രകൃതിയിലെ ഘടികാരത്തിനനുസരിച്ച് പ്രകൃതിയിൽ പകലുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ പകലുണ്ടാവുന്ന സമയത്ത് ഉണർവ് വരാനും ഭൂമിയിൽ ഇരുട്ട് വരുന്ന സമയത്ത് ഉറക്കം വരാനുമുള്ള ഒരു ഘടികാരം നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഘടികാരത്തെയാണ് നമ്മൾ ജൈവ ഘടികാരം എന്ന് പറയുന്നത്. ജൈവ ഘടികാരം. ഈ ജൈവ ഘടികാരത്തിനനുസരിച്ച് നമ്മൾ ഉണരുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതായത് ദിനരാത്രങ്ങൾക്കനുസരിച്ച് നമ്മുടെ സിർക്കാഡിയൻ റിഥം എന്നാണ് പറയാം. സിർക്കാഡിയൻ റിഥത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഉണർവ് ഉണ്ടാകുന്നത്, ഉറക്കം ഉണ്ടാകുന്നത്. പീനിയൽ ഗ്ലാൻഡ് ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് പീനിയൽ ഗ്ലാൻഡ് ആണ് ഈ ഘടികാരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇത് പ്രകൃതിയുടെ, അതായത് ഉപരിവ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായി വന്നവർ പലരും ഉള്ളത് കൊണ്ട് പറയുകയാണ്. ഉപരിവ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിക്ക് അകത്താണല്ലോ ജീവിക്കുന്നത്, അല്ലെ? തർക്കമുണ്ടെങ്കിൽ ചോദ്യങ്ങൾ അവസാനം ചോദിക്കുക. ഭൂമിക്കകത്തല്ല, ഭൂമിയുടെ മുകളിൽ ഇരുന്നിട്ട് ആനപ്പുറത്ത് പാപ്പാനിരിക്കുന്നത് പോലെ ഭൂമിയുടെ മുകളിൽ ഇരുന്ന് ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയായി തോന്നില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭൂമിക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൂമി എന്നുള്ളത് സൗരയൂഥം എന്നുള്ളൊരു വ്യവസ്ഥയുടെ അകത്താണ് ജീവിക്കുന്നത്. സൗരയൂഥം ജീവിക്കുന്നത്, ഒരിക്കൽ കൂടെ പറയാം, സൗരയൂഥം ജീവിക്കുന്നത് ആകാശഗംഗ എന്നുള്ള ഒരു നക്ഷത്ര സമൂഹത്തിന്റെ അകത്താണ്. ആകാശഗംഗ ജീവിക്കുന്നത് പ്രപഞ്ചം എന്നൊരു സംവിധാനത്തിന്റെ അകത്താണ്. ഈ അകത്തെന്ന് പറയുന്നതിന്റെ ഇടയിലൊക്കെ പല തലങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും അകത്താണ്. പ്രപഞ്ചം എന്ന വലിയൊരു കൂടിനകത്ത് ആകാശഗംഗ എന്നൊരു കൂടിനകത്ത് സൗരയൂഥം എന്നൊരു കൂടിനകത്ത്, ഭൂമി എന്നൊരു കൂടിനകത്ത്, ജീവരാശി എന്നൊരു കൂടിനകത്ത്, മനുഷ്യരാശി എന്നൊരു കൂടിനകത്ത്, മനുഷ്യൻ എന്ന കൂടിനകത്ത് നമുക്ക് ഒട്ടേറെ അവയവങ്ങളുണ്ട്. ആ കൂടിനകത്ത് ഒട്ടേറെ കലകളുണ്ട്. ആ കൂടിനകത്ത് ഒട്ടേറെ കോശങ്ങളുണ്ട്. ആ കൂടുകൾക്കകത്ത് ഒട്ടേറെ മൂലകങ്ങളുണ്ട്, അല്ലെ തന്മാത്രകളുണ്ട്. അവയ്ക്കകത്ത് മൂലകങ്ങളുണ്ട്, അവയ്ക്കകത്ത് സബാറ്റോമിക കണങ്ങളുണ്ട്, അവയ്ക്കകത്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണുകൾ ഓരോന്നായിട്ടുണ്ട്. അവയ്ക്കകത്ത് ക്വാക്കുകളുണ്ട്, അവയ്ക്കകത്ത് ഊർജ്ജമുണ്ട്. ഇങ്ങനെ പ്രപഞ്ചം മുതൽ ഇതുവരെ കൂടുകൾക്കകത്ത് കൂടുകളായി വരുന്ന ഓരോന്നും തമ്മിൽ ഒരു പരസ്പര ബന്ധത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഘടന ചെയ്തിട്ടുള്ളത്. ഒറ്റ ശരീരമാണ്, ആ ഒരൊറ്റ രൂപത്തിലാണ് ഇതിനെ ഘടന ചെയ്തിട്ടുള്ളത്. അപ്പോ വെളിയിലുള്ള ഒരു ചക്രം അല്ലെങ്കിൽ ഒരു കൂട് ചലിക്കുന്നതിനനുസരിച്ച് അകത്തുള്ള ഒരു ഘടകം ചലിച്ചാൽ മാത്രമേ, അതായത് ഭൂമി ചലിക്കുന്നതിനനുസരിച്ച് ഞാൻ ചലിക്കുക, ഭൂമി പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുക, ഇങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ പകലാകുമ്പോ ഉണരാനും രാത്രിയാകുമ്പോ ഉറങ്ങാനും, ഇനി രാത്രിഞ്ചരന്മാരാണെങ്കിൽ നേരെ തിരിച്ച് ഭൂമിയുടെ ചലനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ സജ്ജമാകുന്നത് ഭൂമിയുടെ ഘടികാരത്തിനനുസരിച്ച് എന്റെ ഘടികാരം ചേർന്ന് പോകുമ്പോഴാണ്. ആ ചേർന്നു പോക്കിനെ നിയന്ത്രിക്കാൻ മനുഷ്യനിലുള്ള ആ ഒരു ഘടികാരത്തിന്റെ, ജൈവ ഘടികാരത്തിന്റെ പേരാണ് ഞാൻ മുമ്പേ പറഞ്ഞ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, സർക്കാരിയൻ റിഥം മെയിൻറ്റെയിൻ ചെയ്യുന്ന ബയോക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ബയോക്ലോക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആണ് എനിക്ക് ഉപരിവ്യവസ്ഥയുടെ ചലനത്തിനനുസരിച്ച് ചലിക്കാനാവുക. ഇപ്പോൾ ചില ഉത്തര ധ്രുവത്തിലോ ദക്ഷിണ ധ്രുവത്തിലോ ഒക്കെ ചില ഇടങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിലല്ല. അവിടെ രാവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലം അങ്ങനെ പോകും, പിന്നെ പകലുണ്ടായി കഴിഞ്ഞാൽ കുറെ കാലം അങ്ങനെ പോകും. പക്ഷെ അതിനും ഒരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ചാണ് പോവുക. ആ താളത്തിനനുസരിച്ച് മനുഷ്യർക്ക് പോകാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ജീവികൾ ആ താളത്തിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരാണ്. നമ്മുടെ ഇപ്പം ഭൂമധ്യരേഖയിലുള്ള അടുത്ത് ജീവിക്കുന്ന ജീവികൾക്കൊക്കെ ഇവിടുത്തെ സൂര്യചന്ദ്ര ചലനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സൂര്യ ചലനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തത നമ്മുടെ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ജൈവ ഘടികാരം എന്നുള്ളത്.
ഈ ജൈവ ഘടികാരം ഉപരിവ്യവസ്ഥയുടെ, ഭൂമിയുടെ, തൽക്കാലം അങ്ങനെയാണ് എടുക്കേണ്ടത്, ഭൂമി ഉപരിവ്യവസ്ഥ, ഞാൻ ഉപവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി എന്റെ ഉപവ്യവസ്ഥയാണ് എന്റെ അവയവങ്ങൾ. അപ്പോ ഉപരിവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഉപവ്യവസ്ഥ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ കൂടുകൾക്കകത്ത് കൂടുകൾ എന്നുള്ളൊരവസ്ഥയിൽ പ്രപഞ്ചത്തിനകത്ത് എങ്ങനെയാണോ ഒരു ആകാശഗംഗ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഭൂമിക്കകത്ത് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ കലകൾക്കകത്ത് കോശങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കകത്ത് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം തമ്മിൽ കോർഡിനേറ്റഡ് ആണ്, എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അങ്ങനെ കണക്റ്റായി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഒരിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ പോകാനായിട്ട് എഴുന്നേക്കുന്ന സമയത്ത് ഞാൻ എന്റെ അവയവങ്ങളോട് പറയുകയാണ്, എഴുന്നേറ്റോളൂ, ഇനി നടന്നോളൂ എന്ന്. ആ പറയുന്ന സമയത്ത് ഉപരിവ്യവസ്ഥയായ ഞാൻ എന്റെ ഉപവ്യവസ്ഥയായ അവയവങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സമയത്തിനനുസരിച്ച് എന്റെ അവയവങ്ങൾ, കാല്, കയ്യ് ഒക്കെ ആ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഇവർക്ക് ഓരോരുത്തർക്കും സമയം അറിയുകയും എന്റെ സമയം അറിയുകയും അവരവരുടേതായിട്ടുള്ള സമയം അറിയുകയും അവര് രണ്ട് കാലുകൾ ഉണ്ടെങ്കിൽ ഈ കാലുകൾ തമ്മിൽ ഒരു സമയപ്പൊരുത്തം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് കൃത്യമായ രീതിയിൽ നടന്നു പോകാൻ കഴിയുക. ഒരു കാല് ഒരു പ്രത്യേക താളത്തിൽ ചലിക്കുന്നു, വേറൊരു കാല് മറ്റൊരു താളത്തിൽ ചലിക്കുകയാണെങ്കിൽ ഈ നടത്തം എന്നുള്ള പ്രക്രിയ അവിടെ നടക്കില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല. എന്റെ അവയവങ്ങൾ നേരെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അവ തമ്മിൽ കോർഡിനേറ്റഡ് ആയി സമയബന്ധിതമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെ ഞാനും നിങ്ങളും സമയബന്ധിതമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ കോർഡിനേറ്റഡ് ആയി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഉപരിവ്യവസ്ഥയ്ക്ക് നേരെ പോകാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് സംഭവിക്കുന്നതിന് ഈ ജൈവ ഘടികാരം എന്നുള്ളത് രണ്ട് രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന്, ഞാനും എന്റെ ഉപരിവ്യവസ്ഥയും തമ്മിലും ഞാനും എന്റെ ഉപവ്യവസ്ഥയും, എന്റെ അകത്തെ അവയവങ്ങൾ തമ്മിലുമുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട്. ഞാൻ ഉപരിവ്യവസ്ഥയ്ക്കനുസരിച്ച്, ദിനരാത്രങ്ങൾക്കനുസരിച്ച്, സീസണുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. ഞാൻ എന്റെ ഉപവ്യവസ്ഥയ്ക്കനുസരിച്ച്, എന്റെ അവയവങ്ങളുടെ ക്രമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഒരു ബന്ധം, അതായത് ഉപരിവ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരവസ്ഥ. മറ്റൊന്നെന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, പകരം എന്റെ സഹവ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സഹവ്യവസ്ഥകൾ ചലിക്കുന്ന താളത്തിനനുസരിച്ച് എനിക്കും ചലിക്കാൻ കഴിയുക. സഹവ്യവസ്ഥകളുടെ, എന്റെ കൂടെയുള്ള അവസ്ഥ, ഞാൻ ചലിക്കുമ്പോൾ എന്റെ ഇണ, എന്റെ ഭാര്യ, എന്റെ മകൻ, എന്റെ സുഹൃത്ത്, ഞാൻ ചലിക്കുന്നതനുസരിച്ച് അവരും ചലിക്കുമ്പോഴാണ് എന്റെ ജീവിതം മുൻപോട്ട് പോവുക. ഞാൻ ചലിക്കുന്നതിനനുസരിച്ച് എന്റെ ഭാര്യയ്ക്ക് ചലിക്കാനായില്ലെങ്കിൽ, ഞാൻ ഒരിടത്തേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഭാര്യ ആ സമയത്ത് ചൂലും എടുത്തിട്ട് മുറ്റമടിക്കാൻ പോയാൽ ഞങ്ങളുടെ ഒരുമിച്ച് പോക്ക് നടക്കില്ല. ഇത് എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരാൾക്ക് ഒരു സമയക്രമം ഉണ്ടാകും, വേറൊരാൾക്ക് വേറൊരു സമയക്രമം ഉണ്ടാവും. ഈ സമയക്രമങ്ങൾ തമ്മിൽ ചേരാതെ വരുമ്പോൾ സംഘർഷം ഉണ്ടാവും. ഞാൻ ഒരു കാപ്പി വേണമെന്ന് എന്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് തന്നില്ലെങ്കിൽ ഇവിടെ കലഹമുണ്ടായി. ചില അമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കൾക്ക് ഇന്ന സമയത്ത് വിശക്കുമെന്ന് മുൻകൂർ കണ്ടുകൊണ്ട് ആ സമയത്ത് ഭക്ഷണം തയ്യാറാക്കി ഈ കുഞ്ഞിന് വിശപ്പ് ഉണരുന്ന സമയമാകുമ്പോൾ നേരെ മുമ്പിൽ കൊണ്ട് കാണിച്ചു കൊടുക്കും. ആ ഒരു ഹാർമണി, ആ ഒരു കണക്ഷൻ എന്ന് ആലോചിച്ചു, എത്ര സുന്ദരമായിരിക്കും അത്. ആ ഒരു അവസ്ഥ ദമ്പതികൾക്കിടയിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം സുന്ദരമായിരിക്കും. ഈ ഒരു അവസ്ഥ ഒരു റോഡിലെ രണ്ട് വാഹനങ്ങൾക്കിടയിൽ ഉള്ളപ്പോഴാണ് വാഹനങ്ങളെല്ലാം ഇങ്ങനെ ചന്തമായിട്ട് ഒഴുകി പോവുക. ഇത് തെറ്റുമ്പോഴാണ് അപകടം ഉണ്ടാകുക. എനിക്ക് റോഡ് ഡൈനാമിക്സിനനുസരിച്ച്, ജീവിതത്തിന്റെയോ റോഡിന്റെയോ ഡൈനാമിസത്തിനനുസരിച്ച്, അതിന്റെ ചലന നിയമത്തിനനുസരിച്ച്, അവിടുത്തെ താളക്രമത്തിനനുസരിച്ച് ചലിക്കാൻ എനിക്ക് കഴിയുമ്പോൾ അവിടെ അപകടമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയും. ഞാനും എന്നെപ്പോലെ 100 പേരും അതുപോലെ ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ട് ഇഴുകി വഴുകി ഒഴുകി പോവുകയാണെങ്കിൽ അവിടെ ഒരു അപകടവുമില്ല. അതിലൊരാൾ താളം തെറ്റിച്ചാൽ അയാൾ മാത്രമല്ല ചിലപ്പോൾ അപകടത്തിൽപ്പെടുക. ആ റോഡിലുള്ള, ജീവിതത്തിലാണെങ്കിലും റോഡിലാണെങ്കിലും ഒക്കെയുള്ള ഒരുപാട് പേർ ഒരുപക്ഷെ അപകടത്തിൽപ്പെട്ടു വരും. അപ്പോ ആ വിധത്തിലുള്ള ഒരു ഘടികാരം, അതായത് ഞാനും എന്റെ സമൂഹത്തിലെ വ്യക്തികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂക്ഷിക്കുന്ന ഘടികാരം, നമ്മൾ നേരത്തെ സ്റ്റോപ്പ് വാച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രവർത്തിച്ചതുപോലുള്ള ഒരു ഘടികാരം, അങ്ങനെ ഒരു ഘടികാരം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഘടികാരം കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് സാമൂഹ്യ ജീവിതം കൃത്യമായിട്ട് മുൻപോട്ട് പോവുക.
ഞാനും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് പോകുമ്പോഴാണ് എന്റെ ആരോഗ്യം എന്നുള്ളത് കൃത്യമായിട്ട് സംഭവിക്കുക. ഞാനും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള, ഞാനിപ്പോ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നു, രാവിലെ ആകുമ്പോൾ കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളൊരവസ്ഥയാകുന്ന സമയത്ത് ഭൂമി എനിക്കായി കരുതി വച്ചിട്ടുള്ള എന്റെ സംവിധാനങ്ങളെ ശരിയാം വിധം ഉപയോഗിക്കാൻ എനിക്ക് കഴിയാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ പ്രത്യേകമായി യത്നിക്കേണ്ടി വരും, പരിശ്രമിക്കേണ്ടി വരും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് എന്റെ താളങ്ങൾ കൃത്യമായിട്ട് പോകുമ്പോഴാണ് പ്രകൃതി എനിക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾ, സുരക്ഷകൾ അനുഭവിക്കാൻ എനിക്ക് കഴിയുക. പ്രകൃതി ഏതെങ്കിലും തരത്തില് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയും ഞാൻ ഇതിലൊന്നും പെടാതെ വേറൊരു വിഭിന്നമായ സമയക്രമം, വേറൊരു താളം ഉണ്ടാക്കിയെടുക്കുകയും ആ താളം എന്റെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചു പോയാൽ സ്വാഭാവികമായിട്ടും പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളോ ചുറ്റുപാടുകളോ സുരക്ഷകളോ ഒന്നും നമുക്ക് കിട്ടാതെയാവും. പിന്നെ നമുക്ക് വേണ്ടുന്ന സൗഭാഗ്യങ്ങളും നമുക്ക് വേണ്ടുന്ന സുരക്ഷകളും നമുക്ക് വേണ്ടുന്ന അറിവുകളും ഒക്കെ നാം തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ വല്ലാതെ പരിശ്രമം ചെയ്യേണ്ടി വരും. അപ്പോ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ ചലനത്തിനും ഓരോ പ്രവർത്തനത്തിനും ഈ താളങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മളിത് തെറ്റിപ്പോകുന്നു, നമുക്കിത് തെറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തെറ്റുന്നത്? അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ജനിക്കുന്ന ഓരോ വ്യക്തിയും, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിക്കും ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രാഥമിക താളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീനിയൽ ഗ്ലാൻഡ് ആണ് ഇതിന്റെ ഒരു നിയന്ത്രകൻ. അപ്പോൾ പീനിയൽ ഗ്ലാൻഡിനകത്തുള്ള ഒരു താളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പെൻഡുലം ആടുന്ന ക്ലോക്കിന്റെ ആ പെൻഡുലത്തിന്റെ ആട്ടമുണ്ടല്ലോ, ആ ആട്ടത്തെ ഒരു താളമായിട്ട് കരുതാം. ഇവിടെ ഒരു പെൻഡുലം കെട്ടിത്തൂക്കിയിരിക്കുന്നു, അതിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് വേറൊരു പെൻഡുലം കെട്ടിത്തൂക്കിയിരിക്കുന്നു, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഭീമാകാരമായ പെൻഡുലങ്ങളാണെന്ന് ഇരിക്കട്ടെ. ഈ പെൻഡുലങ്ങളും രണ്ടും രണ്ട് ലോകങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വീടുകളാണ്, അല്ലെങ്കിൽ രണ്ട് വാഹനങ്ങളാണെന്ന് കരുതുക, അല്ലെങ്കിൽ രണ്ട് തോണികളാണെന്ന് കരുതുക. ഒന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വേറൊന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും കുറെ സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കണം, അവിടുന്ന് കുറെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ താളത്തിൽ ഒഴുകുകയാണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എന്തും വിനിമയം ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ആളുകളെ കൈമാറുന്നതാണെങ്കിൽ ആയിക്കോട്ടെ, വിഭവങ്ങൾ കൈമാറുന്നതായിക്കോട്ടെ, പണം കൈമാറുന്നതായിക്കോട്ടെ, വിവരങ്ങൾ കൈമാറുന്നതായിക്കോട്ടെ, അതും ഇതും ഒരേ താളത്തിലായിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള താളത്തിനനുസരിച്ച് അതിനൊഴുകാൻ പറ്റുക. ഇവിടെയുള്ള വിഭവങ്ങളെ നമുക്ക് അങ്ങോട്ടേക്ക് കൈമാറാൻ കഴിയുക. അപ്പോ വിഭവങ്ങളെ കൈമാറ്റം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വസ്തുക്കളെ കൈമാറ്റം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായി വേണ്ടുന്ന ഒന്നാണ് സമാന താളം. എനിക്കൊരു താളം, നിങ്ങൾക്കൊരു താളം. നമ്മൾ ഒരു താളത്തിലാവുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഈ താളത്തെ നിയന്ത്രിക്കുന്ന പീനിയൽ ഗ്ലാൻഡ് ഒരുക്കി വെച്ചിട്ടുള്ള ജൈവ ഘടികാരത്തെ കുറിച്ച് പറഞ്ഞു. ഈ ജൈവ ഘടികാരം എന്ന് പറയുന്നത് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു താളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ താളം ക്രമീകരിക്കാനുള്ള അതിന്റെ ഒരു സാങ്കേതിക പ്രവർത്തനമുണ്ടല്ലോ, താളം ക്രമീകരിച്ച് നടപ്പിലാക്കാനുള്ള സാങ്കേതിക ക്രമീകരണം എന്ന് പറയുന്നത്. ഈ ക്രമീകരണം ഒരു പ്രത്യേകതരം ഓസിലേറ്റർ ഉപയോഗിച്ചിട്ടാണ്, ഒരു പ്രത്യേകതരം ക്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. തൽക്കാലത്തേക്ക് അതൊരു റബ്ബർ ക്ലോക്ക് ആണെന്ന് കരുതുക. റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു ക്ലോക്ക്, മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു ക്ലോക്ക്. ഈ റബ്ബർ എന്ന് പറയുന്നത് ഇപ്പൊ ടയർ റബ്ബറാണ് അല്ലെ, എയർപ്ലെയിനിന്റെ ടയറും റബ്ബറാണ്. ഈ റബ്ബർ മരത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന പാലും റബ്ബറാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്ന ലാറ്റക്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ പന്തും റബ്ബറാണ്. ടയറിന്റെ ബലമല്ല പന്തിനുള്ളത്, പന്തിന്റെ ബലമല്ല ഈ റബ്ബർ പാലിലുള്ളത്, ഇതല്ല എയർപ്ലെയിനിന്റെ ടയറിനുള്ളത്. ഇവയുടെ എല്ലാം തന്നെ ബലത്തിൽ മാറ്റം വരും. ശരീരത്തിൽ ബലത്തിനല്ല മാറ്റം വരുന്നത്, ബലത്തിന്റെ ഘടനയിൽ മാറ്റം വരുമ്പോൾ അതിന്റെ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പശിമ എന്നുള്ളതിനാണ് മാറ്റം വരിക. ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ
ഇപ്പൊ റബ്ബർ ബാൻഡിനെ നമ്മളൊന്ന് നിവർത്തി വെക്കുക, ഒരു റബ്ബർ ബാൻഡിനെ നിവർത്തി വെക്കുക, എന്നിട്ട് നമ്മളൊരു മീറ്റർ സ്കെയിലിനകത്ത് ചേർത്ത് വെച്ചിട്ട് 1, 2, 3, 4, 5, 6 എന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ആ മീറ്ററിനനുസരിച്ച് അല്ലെങ്കിൽ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുള്ള സെന്റിമീറ്ററുകൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു എന്നിരിക്കുക. എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ടേപ്പ് കൊണ്ട് അളക്കുന്നത് പോലെ നമ്മളൊരു മേശയുടെ അടുത്ത് പോയി മേശയുടെ നീളം അളക്കാൻ നമ്മളിങ്ങനെ വലിച്ചു നീട്ടി നോക്കി. ഒരു ചെറിയൊരു സ്റ്റൂളിന്റെ അടുത്ത് പോയി. അപ്പൊ സ്റ്റൂളിന്റെ നീളം അറിയാൻ അതിനനുസരിച്ച് നീട്ടി. നമുക്ക് എത്ര വേണമെങ്കിലും ഇലാസ്റ്റിക് ആയിട്ടുള്ള സാധനം വലിച്ചു നീട്ടാൻ ചുരുക്കാം. അപ്പോ ആദ്യം ഒരു മെറ്റൽ സ്കെയിലിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത വരകളുണ്ടോ, ആ വരകൾ പോലെ ആയിരിക്കില്ല ഇതിന്റെ ഘടന. ഇതിന് മാറ്റം വരും. ഇലാസ്റ്റികമാണ്, വലിയും, ചുരുങ്ങും. അപ്പൊ അതിന് മാറ്റം വരും. ഇതിനൊരു നിയത രൂപമുണ്ടെങ്കിൽ മാത്രമേ, നിയതമായി നിൽക്കാനുള്ള ഒരു രൂപമുണ്ടെങ്കിൽ മാത്രമേ ആ അളവിനനുസരിച്ച് ഈ അളവിനെ എടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഞാൻ ഇലാസ്റ്റിക് കൊണ്ട് ഒരു മീറ്റർ സ്കെയിൽ ഉണ്ടാക്കിയിട്ട് ആ മീറ്റർ സ്കെയിൽ കൊണ്ട് അളക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്നിന്റെ അളവും ശരിയാവില്ല. നമ്മുടെ ജൈവഘടികാരം പ്രവർത്തിക്കുന്നതിന്റെ തുടർച്ചയായിട്ട് ന്യൂറോണുകൾക്കകത്തുകൂടെ സ്പന്ദനങ്ങൾ അല്ലെങ്കിൽ സിഗ്നലുകൾ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് ഈ എന്താ പറയാ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ജൈവസ്പന്ദനം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നതിനെ നമ്മൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ നെർവസ് സിസ്റ്റത്തിന്റെ അകത്തുകൂടി ഇത് കടന്നു പോകുന്ന സമയത്ത് ന്യൂറോണുകൾക്കിടയിൽ സിനാപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ സിനാപ്സുകൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യത്തിന്റെ ഒരു സങ്കരം ഉപയോഗിച്ചിട്ടാണ്. അത് കാൽഷ്യത്തിന്റെ അളവിന് വല്ലാതെ പ്രസക്തിയുണ്ട്. കാൽഷ്യം കൃത്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റബ്ബർ ബുഷ് പോലുള്ള അവിടെ ഉണ്ടാവുന്ന ആ സിനാപ്സിന് ഒരു ഉറപ്പുണ്ടാവും. ആ ഉറപ്പ് കൂടിയാൽ നമ്മൾ ഒരു മെറ്റലിന്റെ ടയറുള്ള ട്രാക്ടറിന്റെ മെറ്റൽ ടയർ ഉണ്ടല്ലോ, മെറ്റൽ വീൽ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലെ ഉണ്ടാവും. അതിനൊരു ഒതുക്കം ഉണ്ടാവില്ല. റോഡിനെയൊക്കെ തല്ലി പൊളിച്ചിട്ടായിരിക്കും, ഇടിച്ചു പൊളിച്ചിട്ടായിരിക്കും അത് പോവുക. അതേസമയം കാറ്റുപോയ ഒരു ടയറും കൊണ്ട് ഓടുകയാണെങ്കിലോ റോഡിനനുസരിച്ച് അതിന് ഒരു ഗ്രിപ്പൊന്നും കിട്ടണമെന്നില്ല. ഇതാകെ ഒരു ഇഴുകി ഒരു വഴിക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതിന്. അപ്പൊ ഇതുപോലെ കാൽഷ്യത്തിന്റെ അളവ് കൂടിയാൽ ഇതിന്റെ പശിമ കൂടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോ എന്റെ ഉള്ളിൽ ഒരു സന്ദേശം ഉണ്ടാവുകയാണെങ്കിൽ ആ സന്ദേശത്തെ അതിന്റെ അടുത്ത ന്യൂറോണുകളിലേക്ക് കടത്തിവിടുന്ന സമയത്ത് കൃത്യമായി സന്ദേശം അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിന് പകരം ഈ കൃത്യമായ ആ ഒരു ആശയം സംവേദത്തിന് പകരം ആശയം മാത്രം, അതിന്റെ വികാരങ്ങൾ ഉണ്ടാവില്ല, അതിന്റെ മറ്റ് ഡയമെൻഷൻസ് ഒന്നും ഉണ്ടാവാതെ ഈ ഒരു ആശയത്തെ മാത്രം സംവേദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായ സന്ദേശം എന്റെ മസ്തിഷ്കം ഉൽപ്പാദിച്ച ഒരു സന്ദേശം കൈ ഉൽപ്പാദിപ്പിച്ച ഒരു സന്ദേശം മസ്തിഷ്കത്തിനോ പകരാൻ കഴിയാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഈ ഘടികാരം എന്നുള്ളത് പ്രവർത്തിക്കുന്നതിന്റെ താളത്തിൽ തെറ്റുവരും. ഇനി അഥവാ നേരെ തിരിച്ചാണെന്നിരിക്കട്ടെ, പശിമ ഭയങ്കരമായിട്ട് കുറഞ്ഞു മണലിൽ കൂടെ വണ്ടി ഓടിക്കുന്ന പോലെ ഉണ്ടാവും. കൃത്യമായിട്ട് ഇവിടെയുള്ള ആശയത്തെ അങ്ങോട്ടേക്ക് സംവദിക്കാൻ കഴിയാത്ത രീതിയിൽ ആണ് പ്രവർത്തിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ മസ്തിഷ്കം ഉണ്ടാക്കുന്ന സന്ദേശങ്ങൾ അതിന്റെ ശരിയാം വിധം ആ അളവിലേക്ക് അപ്പുറത്തേക്ക് കൊടുക്കാനോ തിരിച്ചു കൊടുക്കാനോ കഴിയാത്തവർ എന്ന് വെച്ചാൽ കാൽഷ്യത്തിന്റെ അളവ്, കാൽഷ്യം ഫാക്ടർ എന്നാണ് പറയുക, കാൽഷ്യത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും സന്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴൊക്കെ തന്നെ ഈ ജൈവഘടികാരത്തിന്റെ ആ ഒരു ഫ്രീക്വൻസിയിൽ, ആവൃത്തിയിൽ വ്യത്യാസം വരും. ഇപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നഴ്സറി റൈമുകൾ പഠിപ്പിക്കും. നമ്മുടെ നാടുകളിലെല്ലാം തന്നെ നമ്മുടെ ഗോത്രങ്ങളിലും ഒക്കെ തന്നെ ഗോത്രഗീതങ്ങളും പാട്ടുകളും നൃത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മലയാളിക്ക് അത് ഉണ്ടോ ചെറിയ സംശയമാണ്. കാരണം മലയാളിക്ക് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ മലയാളി എങ്ങനെയാ നിൽക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കയ്യും കെട്ടി ശ്വാസം പിടിച്ച് നിൽക്കും. അതിനനുസരിച്ച് അനങ്ങാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ താളത്തിനനുസരിച്ച് ഇവൻ പോകുന്നതിന് പകരം ഇവന്റെ ശരീരത്തെ ചലിപ്പിക്കുന്നതിനും ഇവന്റെ ബുദ്ധി കൊണ്ട് അത് നന്നായിട്ടുണ്ടോ, അതിലെന്താണ് നന്നായിട്ടുള്ളത്, അതിലെന്താണ് ശരി, അതിൽ എനിക്ക് ആസ്വദിക്കത്തക്കതായി, എനിക്ക് എടുക്കത്തക്കതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ബുദ്ധി കൊണ്ടാണ് ഇതിനെ അളക്കുക. ഇതിന്റെ താളത്തിനനുസരിച്ച് പോകാൻ കഴിയില്ല. അതിന്റെ താളത്തിനനുസരിച്ച് പോകാൻ കഴിയാതെയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മസ്തിഷ്കം പതുക്കെ അതിന്റെ പ്രവർത്തനത്തെ മ്യൂട്ട് ചെയ്ത് തലമുറകൾ കഴിഞ്ഞപ്പോ നമുക്ക് ഒരിടത്ത് നടക്കുന്ന ഒരു സംഭവത്തെ കൃത്യമായിട്ട് അളക്കാൻ കഴിയാത്ത രീതിയിലുള്ള യുക്തിയുടെ വികാസം നമുക്കുണ്ടാവും. അതിനെ അളക്കുന്നില്ല. അതിനു പകരം നമ്മളൊരു യുക്തി കൊണ്ടൊരു ചിത്രം ഉണ്ടാക്കി വെക്കും.
അപ്പോ നമ്മൾ ഈ നീന്തൽ പോസ്റ്റലായിട്ട് പഠിക്കുന്നത് വരെ എന്താണ് നീന്തൽ, നീന്തൽ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നു. നീന്തലിന് കൈ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കാലിങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് നമ്മൾ പഠിക്കുന്നു. ഈ പഠിത്തവും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നീന്താൻ കഴിയില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ തിയറി മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. അത് കഴിയണമെങ്കിൽ വാഹനത്തിന്റെ താളവും എന്റെ താളവും തമ്മിൽ പരസ്പരം ബന്ധത്തിലാവണം. അപ്പൊ ഇതിനൊരു പരിശീലനമാണ് വേണ്ടത്. ആ പരിശീലനത്തിലേക്ക് നമ്മൾക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ക്രമം ഉണ്ടാക്കാൻ കഴിയും. ഈ പരിശീലനം ചെറിയ കാലം മുതൽ നൽകാൻ വേണ്ടിയാണ് നമ്മുടെ നാടുകളിൽ സംഗീതം ഉണ്ടായിട്ടുള്ളത്, നൃത്തം ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് പകർന്നു കിട്ടുന്നവർക്ക്, അതിനെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ തന്നെ കൃത്യമായി ആ താളത്തിന് ഒത്തുപോകാനോ അല്ലെങ്കിൽ താളത്തെ ആദരിക്കാനോ, താളമുണ്ടെന്ന് മനസ്സിലാക്കാനോ, താളത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനനുസരിച്ച് അനങ്ങാനോ ഒക്കെ കഴിയും. അല്ലാത്തവർക്ക് അത് കഴിയില്ല. ബുദ്ധി കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ താളത്തിനനുസരിച്ച് പോകാൻ കഴിയില്ല. ഇനി താളത്തെ കൂടുതൽ ഫോളോ ചെയ്യുന്നവർക്കോ സ്വന്തമായിട്ടൊരു താളം, ഇപ്പോ ഞാനൊരു ഭൂമിയാകുന്ന ഒരു ക്രമത്തിനനുസരിച്ച് ഞാൻ പോകുന്നു. ഭൂമിയുടെ ക്രമത്തിനനുസരിച്ച് പോകുമ്പോൾ ഞാൻ താളം കൂടിയ ഒരാളാണ്. താളം കൂടിയ ഒരാളായതുകൊണ്ട് ഭൂമിക്കകത്ത് ജീവിക്കുമ്പോഴും ഞാൻ എന്റെ താളത്തിലേ പ്രവർത്തിക്കൂ. ഞാൻ ശീലിച്ചത് എന്താ? ഞാൻ 11 മണി വരെ കിടന്നുറങ്ങും. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് രാത്രി വരെ ജീവിച്ചു പോയിട്ട് പിന്നെ 11 മണിക്കാണ് പിന്നെ ഉറങ്ങാൻ പോകുന്നത്. അപ്പോ ഒരു 6 മണിക്കൂറിന്റെ 5 മണിക്കൂറിന്റെ വ്യത്യാസം സൂര്യോദയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൂര്യാസ്തമയവുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ആ താളത്തിൽ തന്നെ പോകാൻ നിർബന്ധിതനാകും. അപ്പോ ഞാൻ എന്റെ താളത്തിലാണ് ജീവിക്കുന്നത്. എന്റെ താളത്തിൽ ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ താളവുമായിട്ട് ചേർന്ന് പോകാതെ വരും. അങ്ങനെയുള്ളവർക്കും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിതത്തെ പൊരുത്തപ്പെടുത്താനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ തന്റെ ഒപ്പമുള്ള ഉപകരണങ്ങൾ, തന്റെ ഒപ്പമുള്ള വാഹനങ്ങൾ, തന്റെ ഒപ്പമുള്ള റോഡ് ഡൈനാമിക്സ്, എന്റെ ഒപ്പമുള്ള വ്യക്തികൾ, അവരുടെ താളത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അവരുടെ താളത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ സ്വാഭാവികമായിട്ടും പാല് തിളച്ചു പോകും, വാഹനങ്ങൾ കൊണ്ട് ഇടിക്കും, ഇതുപോലുള്ള പ്രശ്നങ്ങളും ട്രെയിൻ പോയി എന്ന് വരും. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരും. അപ്പോൾ ഇതിനെ ക്രമീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എല്ലാത്തിനും ഒരു താളമുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയാണ്. എന്റെ ഉള്ളിൽ തന്നെ 2 തരം താളങ്ങളുണ്ട്. ഒന്ന് ഉപരിവ്യവസ്ഥയും ആന്തരികവ്യവസ്ഥയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു താളം, പിന്നെ രണ്ടാമത്തത് സഹവ്യവസ്ഥകളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇനിയും വേറെ ഡയമെൻഷൻസ് ഉണ്ട് കേട്ടോ, ഞാനതിവിടെ പറയാത്തതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റാതെ വന്നു വരും. അപ്പോ ഈ ഉപരിവ്യവസ്ഥയും അകം വ്യവസ്ഥയും തമ്മിലുള്ള പരസ്പരം ബന്ധിപ്പിക്കുന്ന താളമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തെ അതിന്റെ ഒരു ലോങ് ടേമിൽ ഏറ്റവും കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതിന് ആന്തരിക താളത്തെ ശ്രദ്ധിക്കണം, ബാഹ്യതാളത്തെ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് പോകുവാനുള്ള ശ്രമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അത്തരം ശ്രമത്തിന് പറയുന്ന പേരാണ് സാധന എന്നുള്ളത്. ഉപരിവ്യവസ്ഥയുടെയും ആന്തരിക വ്യവസ്ഥയുടെയും ചലനങ്ങളെ ഏകോപിപ്പിച്ച് നിർത്താൻ, അതിനൊപ്പം എന്നെ ഏകോപിപ്പിച്ച് നിർത്താനായിട്ട് ഞാൻ ചെയ്യുന്ന നിരന്തര പ്രവർത്തനത്തെയാണ് സാധന എന്ന് പറയുക. എന്ത് സാധനയാണെങ്കിലും കുഴപ്പമില്ല. ജിമ്മിൽ പോകുന്നത് ഒരു സാധനയാണ്, ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഒരു സാധനയാണ്, ദിവസവും വിളക്ക് വെക്കുന്ന ഒരു സമയത്ത് വിളക്ക് വെക്കുന്ന ഒരു സാധനയാണ്, ഒരു സമയത്ത് വിളക്ക് വെക്കുന്നുണ്ട്, തോന്നുന്ന സമയത്ത് കൊണ്ട് വിളക്ക് വെക്കുന്നതല്ല. അപ്പൊ ഇതെല്ലാം സാധനകളാണ്. അപ്പൊ ഇത് ഉപരിവ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും തമ്മിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തെ സുരക്ഷിതമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇത് ഭക്തിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വായിക്കാം, ഈശ്വരീയമായിട്ടും ആത്മീയതയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വായിക്കാം. അത് അങ്ങനെ വായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ. അതല്ല, നിരന്തരമായിട്ടൊരു കാര്യം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒരു ക്രമമായിട്ടൊരവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് ഉപരിവ്യവസ്ഥ ഭൂമി തരുന്ന സൗഭാഗ്യങ്ങളെയും സുരക്ഷകളെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ആന്തരിക വ്യവസ്ഥ തരുന്ന സൂചനകളെ, ചോദനകളെ, നിർദ്ദേശങ്ങളെ, ആവശ്യങ്ങളെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്റെ ആരോഗ്യം, എന്റെ വ്യക്തിഗത ആരോഗ്യം, എന്റെ ജീവിതത്തിന്റെ ആരോഗ്യം സുഖമായി പോകും. അത് തെറ്റിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇവ തമ്മിൽ ക്രമീകരിക്കാനുള്ള മാർഗമാണ് സാധന എന്ന് പറയുന്നത്. നിരന്തരമായി ഒരേ സമയത്ത് നമ്മൾ ഒരേ പ്രവർത്തനത്തെ ആവർത്തിച്ച് ചെയ്യുന്നതിനെയാണ് സാധന എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാനം എന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധമാണ്. സാമൂഹ്യ ബന്ധം എന്ന് പറയുമ്പോൾ എന്റെ ചുറ്റുമുള്ള, എന്റെ പരിസരത്തുള്ള വ്യക്തികൾ, ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഇവയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ. അവയുടെ ബന്ധത്തെ ഞാൻ കൃത്യമായിട്ട് പാലിക്കണമെന്നുണ്ടെങ്കിൽ അവയ്ക്കൊരു ക്രമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായേ മതിയാവും. അവയ്ക്കൊരു ക്രമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം. അവയ്ക്കൊരു ക്രമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയുള്ളൂ, എനിക്ക് അങ്ങനെ പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടത് എന്താണ്?
അവിടെ ഹാർമോണിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത്. ഹാർമോണിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹവർത്തിത്വം പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ നിഷ്ഠകളിലൂടെ കടന്നു പോകണം. സഹവർത്തിത്വം പ്രാക്ടീസ് ചെയ്യുന്ന നിഷ്ഠകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുമിച്ചുള്ള സംഗീതം, ഒരുമിച്ചുള്ള നൃത്തം, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഒരുമിച്ചുള്ള വയലിൽ പണി, ഒരുമിച്ചുള്ള ജോലികൾ. നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചുള്ള ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരുമിച്ചുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കാര്യം ചെയ്യുന്നു. കാരണം നമ്മൾ ഇൻഡിവിജ്വലിസത്തിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. അതിനു പകരം കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നുള്ള ഒരു ബോധം നമുക്ക് ആവശ്യമുണ്ട്. അവിടെ കൂട്ടായിട്ടുള്ള ചലനങ്ങൾ, കൂട്ടമായിട്ടുള്ള നൃത്തങ്ങൾ, കൂട്ടമായിട്ടുള്ള പാട്ടുകൾ, കൂട്ടമായിട്ടുള്ള വായ്ത്താരികൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളോട് ചേർന്നിണങ്ങി പോകാനുള്ള ഒരു പാകമകത്തുണ്ടാവും. അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മുൻപോട്ട് പോകും. മുമ്പിലുള്ള ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിപുലപ്പെടുത്താനുള്ള, അതേ താളത്തിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുവാനുള്ള, ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു ശേഷി നമുക്കുണ്ടായി വരും. ആ ഒരു ശേഷി ഉണ്ടായി വരുന്ന സമയത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതം കൃത്യമായി മാറും. ആ സാമൂഹ്യ ജീവിതം കൃത്യമായി മാറുന്ന സമയത്ത് നമുക്ക് സാമൂഹ്യ കാലുഷ്യങ്ങൾ കുറയും. അവിടെ നമ്മൾ സ്വീകാര്യനായിരിക്കും. നമ്മൾ എല്ലാവരുമായിട്ടും പൊരുത്തപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കും. നമുക്ക് തുടർന്ന് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിൽ. അപ്പോൾ ജീവിതത്തിന്റെ നൈമിഷികമായ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള താളങ്ങളെ നമ്മൾ അറിയുകയും ആദരിക്കുകയും വേണം. പാല് പൊങ്ങാൻ സാധ്യതയുണ്ട്. പാലിന്, പാത്രത്തിന്, തീക്ക് ഇവയെല്ലാം കൂടെ ചേർന്ന കോമ്പിനേഷൻ ഒരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ച് ഞാൻ പോകണം എന്നുള്ള ശ്രദ്ധ എനിക്കുണ്ടാവണം. ആ താളത്തെ ആദരിക്കാനുള്ള മനസ്സെനിക്കുണ്ടാവണം. ആ താളത്തെ ആദരിക്കാനുള്ള മനസ്സുണ്ടാവുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് അതിനൊപ്പം പോകാൻ കഴിയുക. അവിടെ എന്റെ ജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകൾ കുറയും. എന്റെ ട്രെയിൻ വൈകില്ല, എന്റെ ജോലി നഷ്ടപ്പെടില്ല, എന്റെ ബന്ധുവിനെ എനിക്ക് നഷ്ടമാകില്ല. അവിടെ നമ്മൾ സമയം എന്നുള്ളതിനെ നമ്മൾ പാലിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അവിടെ വേണ്ടതെന്ന് വെച്ചാൽ ആ ഏകദാനമായിരിക്കാനുള്ള, ഹാർമോണിയസ് ആയിട്ട് പോകുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതും സാധന തന്നെയാണ്. ആ സാധന എന്നുള്ളത് നമ്മൾ തുടർന്നുള്ള ഒരുമിച്ചുള്ള കൂടുതൽ ആളുകളുമായിട്ട് ചേർത്ത് പോകുവാൻ പാകത്തിലുള്ള ഒരു പരിശീലനമാണ്. പാട്ടുപാടുന്നത്, ഒരുമിച്ച് പാട്ടുപാടുന്നത് മുതൽ, ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് മുതൽ, ഒരുമിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് മുതൽ, ഒരുമിച്ച് ഉള്ള ജോലികൾ ചെയ്യുന്നത് മുതൽ, ഒരേ താളത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ് നമുക്കതുണ്ടാവുക. അവിടെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാനും നമുക്ക് കഴിയണം, ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം, അതിനെ ആദരിക്കാൻ നമുക്ക് കഴിയണം. അതിനനുസരിച്ച് പോകുവാനുള്ള ഒരു പാകം നമുക്കുണ്ടാവും. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളിലെ താളബോധം, ജനിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ താളബോധം കൃത്യമായിട്ടല്ലെങ്കിൽ ഇത് പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോട്ടക്കാർ പോലുള്ള പരിശീലനങ്ങൾ, നമ്മളിവിടെ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാമല്ലോ, കോട്ടക്കാർ പോലുള്ള പരിശീലനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. കോട്ടക്കാർ പോലുള്ള പരിശീലനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ താളം തെറ്റിക്കിടക്കുന്ന ആളുകളിൽ പോലും താളത്തെ പുനഃസ്ഥാപിക്കാൻ ഒരു പരിധിവരെ കഴിയും. പൂർണ്ണമായിട്ടും കഴിയില്ല എന്നുള്ള കാര്യവും കൂടെ ഒരു വസ്തുതയാണ്. ഒരു പരിധിവരെ കഴിയും. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് താളം കുറവാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ട് താളമില്ലായ്കയെ കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ആ താളത്തിന്റെ കോമ്പൻസേഷൻ നടക്കുന്ന സമയത്ത് ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും ഉയർന്ന രീതിയിലല്ല, ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം, ഓപ്റ്റിമം എന്ന് പറയും, ആ ഓപ്റ്റിമം ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോ ഉപവ്യവസ്ഥകളുമായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും സഹവ്യവസ്ഥകളായിട്ടുള്ള ബന്ധത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾ പാലിക്കേണ്ടത് സാധനകളാണ്. ഈ സാധനകളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജൈവ ഘടികാരത്തെ ക്രമപ്പെടുത്താൻ കഴിയും. ഇങ്ങനൊരു ജൈവ ഘടികാരമുണ്ടെന്ന് അറിയണം, ജൈവ ഘടികാരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയണം, അതിനെ ശ്രദ്ധിക്കാൻ കഴിയണം, അതിലെന്തൊക്കെയാണ് ഫെസിലിറ്റികൾ ഉള്ളതെന്ന് അറിയണം, അത് ജീവിതത്തെ എവിടെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയണം. ഇതറിഞ്ഞ് അതിനൊപ്പം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഇത് ക്രമീകരിക്കാൻ കഴിയും. അതേസമയം ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് പോലും അറിയാതെ നമ്മൾ ഇതിലൊന്നും ശ്രദ്ധയും കൊടുക്കാതെ തോന്നുന്ന പോലെ ജീവിക്കുകയാണെങ്കിൽ സാമൂഹ്യ ജീവിതം എന്നുള്ളത് ദുഷ്കരമായിരിക്കും, കുടുംബജീവിതം ദുഷ്കരമായിരിക്കും, സൗഹൃദങ്ങൾ പോലും ദുഷ്കരമായിരിക്കും. അപ്പോ ഇതെല്ലാം തന്നെ നമ്മളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ആ താളം, ആ ഒരു ഘടികാരത്തിന്റെ ക്രമീകരണം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ, ജീവിതത്തെ, സൗഭാഗ്യങ്ങളെ, സുരക്ഷയെ എല്ലാം ബാധിക്കും. ഇത് രണ്ടും ക്രമീകരിക്കുകയാണെങ്കിൽ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ, അതിന്റെ ഒപ്റ്റിമൽ ലെവലിൽ കൊണ്ടുപോകുവാനും കഴിയും. ജൈവ ഘടികാരമാണ് നിങ്ങളെ നിങ്ങളുടെ പരിസരവുമായി കണക്ട് ചെയ്യുന്നത്. ജൈവ ഘടികാരത്തെ അറിയാതെ നിങ്ങൾക്ക് ആ കണക്ഷനിലായിരിക്കാൻ കഴിയില്ല. അപ്പോ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് എത്തട്ടെ. അതിനും അപ്പുറത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പരിശീലിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ കോട്ടക്കാർ പോലുള്ള ചയോഗ സാധനങ്ങൾ പോലുള്ള പരിശീലനങ്ങളിലൂടെ കടന്നുപോയാൽ അത് സാധിക്കും.
അത് നമ്മളിവിടെ ഒളിമ്പസിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നമ്മുടെ ക്യാമ്പുകളിൽ വന്ന് പഠിക്കുക. അല്ലാത്തവര് നിങ്ങളുടെ സ്വന്തം ശരീരചലനങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക. ശരീരചലനങ്ങളെ നിങ്ങൾ സമൂഹവുമായിട്ട്, ഉപരിവ്യവസ്ഥയുമായിട്ട്, ഉപവ്യവസ്ഥയുമായിട്ട്, സഹവ്യവസ്ഥകളുമായിട്ട് നിങ്ങൾ എത്രത്തോളം സഹകരിക്കുന്നുണ്ടെന്നുള്ളത് നിരീക്ഷിക്കുക. ആ നിരീക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള വഴികൾ മുമ്പിലേക്ക് വരും. കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളോട് അന്വേഷിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന്റെ അവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതലുള്ള കാര്യങ്ങൾ നമ്മുടെ ചർച്ചകളിലൂടെ, ചോദ്യോത്തരയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ കിട്ടുന്നതാണ്. അതുവരേക്കും ഇത് ഇവിടെ കേൾക്കാനായി വന്നു ചേർന്ന എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.